എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ ഇഞ്ചിയുടെ വിളവെടുപ്പാണ് വിഷയം. ഇന്ന് രാവിലെ അതിൻ്റെ വിളവെടുപ്പ് ഞാൻ നടത്തി. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ ഇഞ്ചി കൊണ്ടുവന്നു. അത് നല്ലൊരു കറി വെച്ച് കഴിച്ചു. മാങ്ങക്കറി വയ്ക്കുന്ന അതേപോലെ തന്നെ, അതേ ടേസ്റ്റ് തന്നെ. സ്മെല്ല്, ടേസ്റ്റ്, ഫ്ലേവർ എല്ലാം സെയിം. മാങ്ങാക്കറി വെച്ച് ഈ മാങ്ങ ഇഞ്ചി കാണാത്തൊരാൾക്ക് കൊടുത്താൽ അത് മാങ്ങാക്കറിയാന്നേ പറയുള്ളൂ. അല്ലാണ്ട് അതിൽ യാതൊരു മാറ്റവും ഫീൽ ചെയ്യില്ല. സെയിം മാങ്ങ പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ മണത്ത് നോക്കിയാൽ ഒരു മാങ്ങയുടെ മണം, കടിച്ച് നോക്കിയാലും ചെറിയൊരു മാങ്ങയുടെ തന്നെ ടേസ്റ്റ് എല്ലാം ഉള്ളൊരു പ്രത്യേക സാധനമാണിത് മാങ്ങ ഇഞ്ചി. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും കാണാം, ധാരാളമായിട്ടില്ല എങ്കിലും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്, പലരും കൃഷി ചെയ്യുന്നുണ്ട്. കടകളിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് കിട്ടാറുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ കടകളിൽ ഉണ്ടെന്ന് പറയണം. എന്തായാലും കുറച്ച് മാങ്ങ ഇഞ്ചി കിട്ടി എനിക്ക്. അത് ഞാൻ കറി വെച്ച് കഴിച്ചു. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു 2-3 വിത്ത് കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് കുംഭമാസത്തിൽ തന്നെയാണ് വിത്ത് പാകിയത്. അത് മുളച്ചു, മഴക്കാലത്ത് നല്ലപോലെ മുളച്ചു. ധാരാളം നാമ്പുകൾ അതിൽ നിന്ന് വന്നു. അതെല്ലാം നല്ല പോലെ വളർന്നു. ഏകദേശം മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെയാണ് ഇതിൻ്റെ ഇല. ഇല കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല, മഞ്ഞളുടെ ഇല പോലെ തന്നെയാണ്. മഞ്ഞൾ ഇവിടെ എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് അതുപോലത്തെ ഇല തന്നെയാണ് ഇതിൻ്റെ ഇലയും, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നല്ല പോലെ വളർന്നു, തഴച്ചു വളർന്നു. അത് കുറച്ച് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, ചാണകവും ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്തു, കുറച്ച് ആഷ്, വെണ്ണീർ ഇട്ട് കൊടുത്തു. വളരെ നന്നായിട്ട് വന്നു. ഒറ്റ കടയുള്ളൂ. ഒറ്റ കടയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 1/2 കിലോ കിട്ടി. 1/2 കിലോ അല്ല, അതിൽ കൂടുതലുണ്ട്. അത് മതി ഒരു കറി വയ്ക്കാൻ, 1-2 നേരത്തെ ആഹാരത്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. മാങ്ങാക്കറി പോലെ വെച്ചാൽ അടിപൊളിയാണ്. ആ ചെടിയുടെ ചുറ്റും ഉണ്ടായിരുന്ന സ്ഥലത്തിന് ചുറ്റും പുല്ലുമാന്തി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പതുക്കെ ഇളക്കി മാറ്റുകയാണ്. ഈ ഇഞ്ചി അധികം ഒടിഞ്ഞ് പൊട്ടിപ്പോവാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ചുറ്റും വട്ടത്തിൽ മണ്ണ് പതുക്കെ ഇളക്കി എടുക്കുകയാണ്. ഇപ്പം മണ്ണിൽ നല്ല ഇളക്കമുണ്ട്, കാരണം കഴിഞ്ഞ 2-3 ദിവസം കുറേശ്ശെ രാത്രി മഴ പെയ്തിരുന്നു. അതുകൊണ്ട് മണ്ണ് നല്ലോണം ഇളകി കിടക്കുകയാണ്. അതിന് മുമ്പേ ഇതെല്ലാം മണ്ണ് ഉണങ്ങി പാറ പോലെയായിരുന്നു, പൊടി പാറി കിടക്കുമായിരുന്നു. മേൽമണ്ണ് പൊടി പാറി അടിയിലേക്ക് ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് 2 ദിവസം മഴ പെയ്തപ്പം സുഖമാണ് അത് പറിക്കാൻ. നല്ല പോലെ മണ്ണ് ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് പറിക്കാൻ പറ്റി, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പുൽമാന്തി ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ കൈക്കൂട്ട് വെച്ച് കിളച്ച് എടുക്കേണ്ടി വന്നേനെ. അതിൻ്റെ ആവശ്യം വന്നില്ല. ചെറിയൊരു പുൽമാന്തി കൊണ്ട് തന്നെ മുഴുവൻ പറിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അതിൽ പരമാവധി ഞാൻ എടുക്കുന്നുണ്ട് അതിൽ നിന്ന്. ഇനിയും കഷ്ണങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അത് പതുക്കെ എല്ലാം പറക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ ഈ കിട്ടിയെന്ന് കുറച്ച് വിത്തിന് മാറ്റി വയ്ക്കണം. അത് ഇവിടെയും വേറെ 2-3 സ്ഥലത്ത് നടാനുണ്ട്. ഒരു 5 കട നടുന്നുണ്ട് ഇപ്രാവശ്യം. നട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമുക്ക് ആവശ്യത്തിന് ഇതൊരു കടയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു 5 കട നട്ടാൽ നമുക്ക് ഒരു 2 കിലോ 3 കിലോ എങ്ങനെയായാലും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് മാങ്ങാക്കറി വെച്ച് കഴിക്കാം. മാങ്ങ അല്ലെങ്കിലും മാങ്ങ പോലത്തെ മാങ്ങാക്കറി അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പലരും കഴിച്ചു കാണും. ഇത് പല വീടുകളിലും ഉണ്ടാക്കി കാണും. പല സ്ഥലത്തും ഇത് വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ഒരു 10-50 വർഷം മുമ്പൊക്കെ ഒരുപാട്, മിക്കവാറും എല്ലാ പറമ്പുകളിലും ഈ സാധനം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, അന്നും കഴിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ കുറഞ്ഞു പോയി. പല വീടുകളിലും ഇതിൻ്റെ കൃഷി ഇല്ല, ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിളവെടുപ്പ് പൂർത്തിയായി. ഇതാണ് ഇന്ന് കിട്ടിയത്. 1/2 കിലോയിൽ കൂടുതലുണ്ട്, ഒരു 500-600 ഗ്രാം കാണും. അതൊക്കെ കഴുകി വെടുപ്പാക്കി ഇനി കറി വയ്ക്കണം, മാങ്ങാക്കറി. ഇത്രയും സമയം ഈ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കെല്ലാം നന്ദി, നമസ്കാരം.